ട്രെയിലറും ടീസറൊക്കെ കണ്ട സമയത്ത് കൽക്കിയിൽ നിന്ന് ഭീകരമായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് എന്നായിരുന്നു എൻ്റെ ഒരു അപ്രോച്ച്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലോകത്തിലെ ആദ്യ സിറ്റിയായ കാശിയിൽ നടക്കുന്ന കുറച്ച് ഇവൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഈ സിനിമയിൽ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയ 2 ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഒന്ന് ഇതിലത്തെ കോമഡി സെഗ്മെൻറ്റുകളാണ്. പ്രവാസിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കോമഡി സെഗ്മെൻറ്റ്സ് ഒന്നും വലിയ കുഴപ്പമില്ല, ചിലപ്പോഴൊക്കെ അത് എൻജോയബിൾ ആവുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു സീരിയസ് നേച്ചർ വേണ്ട സമയത്ത് അവിടെ കോമഡി കൊണ്ടുവരുമ്പോൾ അതൊരു പ്രശ്നമാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അതൊരു സംഭവത്തിൻ്റെ ഒരു ആവശ്യം ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല അത്തരം സെഗ്മെൻറ്റ്സിൽ. അപ്പോൾ അവിടെ കോമഡി യൂസ് ചെയ്തപ്പോൾ എനിക്കത് അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നീടുള്ളൊരു കാര്യം, ഈ സിനിമയുടെ നരേറ്റീവാണ്. സ്ലോ ആണ്, പക്ഷെ ആദ്യമൊക്കെ അങ്ങനെ സ്ലോ ആണ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വേൾഡ് ബിൽഡിംഗ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പിനെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു കാര്യമല്ലേ എന്ന് വെച്ചിട്ട് ആദ്യം അങ്ങനെ ഓക്കെ ആക്കി വിടാം. പക്ഷെ പിന്നെയും ഈ സ്ലോ നരേറ്റീവ് കയറി വരുമ്പോൾ ചിലയിടത്തത് പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അതാണൊരു കുഴപ്പം. ഡ്രാമ കാര്യങ്ങളിൽ ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അത് എപ്പോഴും അങ്ങനെ വർക്കാവുന്ന രീതിയിൽ വരുന്നില്ല. അപ്പോൾ ചിലയിടത്തൊക്കെ ഒന്ന് ലൂസായി പോകുന്നുണ്ട്, എന്നാൽ അത്ര വലിയൊരു പഞ്ചിലോട്ട് അത് എത്തിക്കുന്നില്ല. ഒരു ഇടത്തരം രീതിയിൽ ഡ്രാമ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു വിഷയം ഈ സിനിമയ്ക്ക് ഉണ്ട്. പക്ഷേ ഇതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു മിത്തോളജി സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അത് നല്ല രീതിയിൽ ഈ സിനിമയ്ക്കൊരു ഔട്ട്പുട്ടും കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്തരം സെഗ്മെൻറ്റുകളിൽ ഈ മിത്തും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഗൂസ് ബംസ് തരാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ത്രില്ലടിപ്പിക്കുന്ന അങ്ങനത്തെ കുറച്ച് സെഗ്മെൻറ്റ്സ് ആ ഒരു കാര്യത്തിൽ ഉണ്ട്. പിന്നെ ഈ സിനിമ കൂടുതലും ക്യാരി ചെയ്തു പോകുന്നത് അമിതാഭ് ബച്ചൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ പ്രഭാസിൻ്റെ, ദീപിക പദുക്കോണ്ടൊക്കെ ഒരു പെർഫോമൻസ് കൊണ്ടാണ്. ഭയങ്കരമായിട്ടൊരു സ്ക്രീൻ പ്രസൻസ് തോന്നിപ്പിക്കുന്ന ഒരു രീതിയിൽ അമിതാഭ് ബച്ചൻ്റെ ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ട് കുറേ കാലമായി. അശ്വത്ഥാമ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കിടുവായിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രഭാസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു കിൻഡലടി, അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് സീൻസൊക്കെ മിക്ക സിനിമകളിലും വരാറുള്ളത്. പക്ഷേ പ്രഭാസ് ഈ സിനിമയിലുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിനെ മാത്രം അങ്ങനെ മെയിനായിട്ട് കാണിക്കാണ്ട് ബാക്കിയും ഉള്ള കുറേ ക്യാരക്ടേഴ്സിനെ നല്ല രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമിതാഭ് ബച്ചനും അതുപോലെ പ്രഭാസും തമ്മിലുള്ള ഫൈറ്റ് സീൻസൊക്കെ വരുന്ന സമയത്തിൽ അപ്പർ ഹാൻഡ് എനിക്ക് കൂടുതലും അമിതാഭ് ബച്ചനിലായിരുന്നു തോന്നിയത്. അതൊരു പ്രഭാസ് ഫിലിമിൽ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തു നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു ബാഹുബലിക്ക് ശേഷമാണ് ഒരു പ്രഭാസിൻ്റെ മുകളിലോട്ട് നിൽക്കുന്നൊരു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കട്ടക്ക് നിൽക്കാൻ പറ്റുന്നൊരു ആർട്ടിസ്റ്റിനെ പ്ലേസ് ചെയ്യുന്നു. ആ സംഭവം നൈസായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ദീപികയുടെ ക്യാരക്ടറിന് ഈ സിനിമയിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേസിങ്ങും അത്യാവശ്യം കൊള്ളാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ സിനിമയിലെ CGI ആണ്. കാരണം പലപ്പോഴും വിഷ്വൽസിൻ്റെ കേസ് പറയുമ്പോഴത്തേക്കും അതിൽ ഒരു കുറവും ഈ സിനിമയ്ക്കില്ല. അത് കിട്ടുവാണ്. ആ ഒരു ഭാഗങ്ങളിൽ നല്ല രീതിയിൽ തന്നെ ഈ സിനിമ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ VFX ചില സ്ഥലത്ത് പോരാ, അത് ഓവറായി, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നല്ല ക്ലീനായി നീറ്റായിട്ട് VFXും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്കിനെ പറ്റി പറയുന്ന സമയത്ത് സോങ്സ് എനിക്ക് അത്ര കണ്ട് വർക്കായില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ചില സമയത്തൊക്കെ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓവറോൾ കൽക്കി എന്ന സിനിമയെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്കും എനിക്കൊരു അബവ് ആവറേജ് മെറ്റീരിയലായിട്ടാണ് തോന്നിയത്. പിന്നെ കൽക്കി കാണുന്നതിന് മുമ്പ് ബുജിയൻ ഭൈരവ എന്ന് പറയുന്ന ഒരു മിനി സീരീസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത് കണ്ടുകഴിഞ്ഞിട്ട് ഈ സിനിമ കാണുമ്പോൾ കുറച്ചും കൂടി ഈ സിനിമയെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.